ഓക്കെ, അപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, പുതിയ ഡേ. ഇന്നലെ ആക്ച്വലി വാൽപ്പാറയിൽ നിന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ അപ്പോഴത്തേക്കും ബാറ്ററിയുടെ ചാർജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പരുവമായിട്ട് നല്ല നല്ല എക്സോസ്റ്റഡായിട്ടാണ് എത്തിയത്. ഭയങ്കര എന്താ പറയാൻ, ഓടിയെത്തിയ ഒരു ട്രിപ്പായിപ്പോയി ഇത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ നിന്ന് സ്റ്റേ, ശ്രീ സത്യസായി ഇൻ AC ലോഡ്ജ്. എവിടെയാണെന്ന് വെച്ചാൽ പൊള്ളാച്ചി പോകുന്ന റൂട്ട്. നല്ല സ്റ്റേ ആണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സർവീസൊക്കെ കൊള്ളാം, റൂംസും കൊള്ളാം. അപ്പോൾ ഇന്നലെ ആക്ച്വലി വാൽപ്പാറ ഒരുപാട് ടൈം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല, കാരണം വാൽപ്പാറ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു കട്ടനും കുടിച്ചിട്ട് ഫുഡ് മേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു, കാരണം എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. അങ്ങനെ ഇന്ന് തിരിച്ച് വാൽപ്പാറ ടൗണിലോട്ട് പോവുകയാണ്. വാൽപ്പാറ ടൗണിലോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആവശ്യത്തിന് എടുത്തിട്ട് വാൽപ്പാറ ടൗണൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കണ്ടിട്ട് നമ്മൾ നേരെ കൊല്ലംകോട്ടേക്ക് പോവുകയാണ്. അവിടെ റൂമൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. പൊള്ളാച്ചി വഴിക്ക് കൊല്ലംകോട്ടേക്ക് പോവും. ആക്ച്വലി നൈസ് ഏരിയയാണ് കേട്ടോ, ക്യാമറയും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന റോഡൊക്കെ എന്ത് ഒരു അകത്തോട്ടുള്ള ഒരു റോഡ് പോലെയൊക്കെ തോന്നും, പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടലും സെറ്റപ്പുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിരിക്കാൻ ഇച്ചിരി പാടാം. ഓക്കെ, അപ്പം ആൾക്കാരെല്ലാം സെറ്റാണ്, പോകാനും ടൈമായി. എല്ലാവരെയും വണ്ടിയൊക്കെ സെറ്റാണ്. ഇനി അത്യാവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് പമ്പിൽ കയറി അല്പം പെട്രോൾ അടിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, എടാ ആഷികേ, 4 കട്ട ഇല്ലേടാ നിനക്ക്? 4 കട്ട ഇല്ലേ? ആഷിക്കിൻ്റെ പോയി ഇടിക്കൂടാ. ഒരു V-സ്ട്രോം ഇരിക്കുന്നുണ്ട് കേട്ടോ, മാരക ലുക്കാണ്. ഈ മഞ്ഞ കളറുണ്ടല്ലോ, പളായിരിക്കും, ഉള്ള കാര്യം പറയാമല്ലോ. 250 V-സ്ട്രോം, ഒരു SF, ഒരു ജാവ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ രാത്രി ഇതുവഴിക്കാണ് വന്നത്. ഈ വഴിയുണ്ടല്ലോ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് വരുന്നത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വിഷയം റൂട്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഫുള്ള് പാറകളാണ്, പാറക്കൂട്ടങ്ങളാണ്. ഓക്കെ, ഇറ്റ്സ് ടൈം. ഒരു രക്ഷയില്ല കേട്ടോ, ഈ വ്യൂ ഉണ്ടല്ലോ, പോളി വ്യൂ എന്ന് പറഞ്ഞാൽ പോളി വ്യൂ, കിടിലൻ വ്യൂ. ഭയങ്കര ഒരു ചൂടൊന്നുമില്ല. ഇപ്പം മണി എത്രയായി? 9 മണി ആയിട്ടേ ഉള്ളൂ. ആവശ്യത്തിന് തണുപ്പുണ്ട്, നൈസായിട്ട് പോവുകയും ചെയ്യാം. ഇവിടെ ഫുള്ള് മുഴുവൻ ലോക്കൽസാണ്. വളരെ ഇന്നറായിട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നിക്കും, പക്ഷേ ആക്ച്വലി ഇതൊരു മെയിൻ റോഡാണേ. ഇതൊക്കെ ഈ ഒരു സ്ട്രെച്ച് ഉണ്ടല്ലോ, ആരും ഇല്ലായിരിക്കുമ്പോൾ കൊളുത്തി വിടണം, അതിന് പറ്റിയ സ്ട്രെച്ചാണ്. നമ്മളപ്പോൾ അങ്ങനെ കഴിച്ചതിന് ശേഷം, നമ്മളിവിടെ തൊട്ടടുത്ത് ഒരു വെജ് ഹോട്ടലിൽ നിന്ന് കഴിച്ചതിന് ശേഷം മറ്റേ ആനമലൈ ടൈഗർ റിസർവിലോട്ട് കയറാനുള്ളൊരു പോക്കാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് നിൽക്കുകയാണ്. വൻ തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇടത് സൈഡ് ആലിയാർ ഡാമാണ്. ആക്ച്വലി ഡാമിൽ വെള്ളം കുറവാണ്. ആക്ച്വലി ഈ ടൈം ആയതുകൊണ്ടായിരിക്കും, അറിയില്ല. ഈ ഒരു റോഡുണ്ടല്ലോ, 2 സൈഡും ഗ്രീനറി, അതിൻ്റെ നടുക്കൂടെ നമ്മൾ പോകുന്നു, ക്രൂയിസ് ചെയ്ത് പോകുന്നു. ആ ഒരു വല്ലാത്തൊരു ഫീലാണിത്.
നല്ല രസമാണ് ഇങ്ങനത്തെ റോഡുകളിൽ നമുക്ക് ഈ ഒരു ക്രൂസിങ് സ്പീഡിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത്. ആരെയും നോക്കണ്ട, സമാധാനമായിട്ട് പോവുക. ഇന്നലെ ഇറങ്ങിയ വാൽപ്പാറൈ ഹെയർ പിന്നുകളാണ്. ഇന്നലെ സത്യം പറഞ്ഞാൽ ഉറക്കപ്പീച്ചിലാണ് ഇറങ്ങിയത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടി ഇളഞ്ഞൊക്കെയാണ് ഇറങ്ങിയത്. ഒരു തളർന്ന് ഭയങ്കര എക്സസൈസ്ഡായി. നമ്മൾ ഇന്നലെ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി പോയി. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇവിടം കഴിഞ്ഞത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സ്ഥലം എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ വന്ന വഴിക്ക് കണ്ണൊക്കെ എങ്ങനെയൊക്കെയോ ആണ് തുറന്നു പിടിച്ചത്. ഒരു ഐഡിയ ഇല്ല എങ്ങനെ വണ്ടി ഓടിച്ചു എന്നുള്ളത്. അത്രയ്ക്കും ഉറക്കച്ചടവായിരുന്നു. നമ്മൾ അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് ഈ ചുരം ഫുള്ള് കാണാൻ പറ്റുന്നൊരു ലൊക്കേഷനുണ്ട്. ഇവിടെ ഒരല്പം മുകളിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ മിക്കവാറും തിരക്കായിരിക്കും. ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. ഇവിടെ തന്നെ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ മൊത്തം ചുരവും കാണാം. നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് നോക്കാം. കിട്ടുമോയെന്ന് അറിയില്ല, ജസ്റ്റ് നോക്കാം. കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പോയേനെ. ഇതാണ് ആലിയാർ ഡാം. കാണുന്നത് മൊത്തം ഡാം. ഇത് അതിൻ്റെ റിസർവോയർ. കണ്ടോ, വെള്ളം കുറവാണ്. ഒന്നുമില്ല, പോയി കഴിഞ്ഞാൽ തീർന്നെന്ന് വിചാരിച്ചാൽ അത് തീർന്നു. എൻ്റെ അമ്മോ, ഇവിടെ നിൽക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. സത്യം പറയാതെ പേടിയാവുന്നുണ്ട്. പക്ഷേ ഒരു മിനിറ്റ് പേടി, ഒരു രക്ഷയില്ല, ഭയങ്കര പേടി. ഓക്കെ, അപ്പോൾ ഇവിടെ നിൽക്കാം നമുക്ക്. ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന ചുരങ്ങളുടെ ഒരു ലൈനും കാര്യങ്ങളൊക്കെ. അത്രയും ചുരം താണ്ടിയാണ് നമ്മൾ അങ്ങ് പോകുന്നത്. അവിടെ നിന്ന് ഇത്രയും വന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കിടിലം വ്യൂ, പ്രത്യേകം വ്യൂ, ലൈക്ക് അമേസിങ്. എടേ പെട്ടിടേ, മുകളിൽ നിന്ന് ഒരെണ്ണം താഴെ നിന്ന് ഒരെണ്ണം. ഡേ എടേ, സീൻ ഡാർക്കാണേ. സീൻ സ്ഥലം എന്ന് പറഞ്ഞാൽ സീൻ സ്ഥലം. ഈ കുഞ്ഞു റോഡും ഈ തേയിലത്തോട്ടത്തിനിടയിൽ കൂടെയുള്ള ഈ കുഞ്ഞു റോഡും ഈ താഴ്വാരങ്ങളുണ്ടല്ലോ, ഈ താഴ്വാരങ്ങളും കാണുമ്പോൾ കിടുന്ന് പറഞ്ഞാൽ മാരക ലുക്കാണ്. ഒരു വാൾപേപ്പറിനുള്ള എല്ലാ കാര്യവും ഇവിടെ ഉണ്ട്. മീൻസ് നമ്മളിപ്പോൾ ഏത് സ്പോട്ടിൽ പോയാലും സീൻ സ്ഥലം, കിടു സ്ഥലം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും എൻ്റെ മോനെ വിഷയം ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ റിയലി ബ്യൂട്ടിഫുൾ. ഈ തണുത്ത കാറ്റും കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ, സെറ്റാണ്. ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആ ഒരു പ്ലസൻറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടി ഇല്ലാതാവുന്നത്. അതിങ്ങനെ വരച്ചിട്ടതുപോലെ ഉണ്ട്. എന്ത് ലുക്കാണത് കാണാൻ. കറക്റ്റ് ആ ബോർഡർ, അതായത് റോഡ് അവസാനിക്കുന്ന ആ ബോർഡർ ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളർ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു വ്യൂ കണ്ടോ. അതായത് ഈ റോഡിൻ്റെ ബോർഡറെല്ലാം ഇതേപോലത്തെ യെല്ലോയിഷ് ഗ്രീൻ കളറുള്ള തേയില ചെടികൾ കൊണ്ട് നിറച്ച് വെച്ചൊക്കെയാണ്. ബാക്കിയെല്ലാം ഒരു ലെവലിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് ലൈനായിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോൺ വ്യൂ ഇതാ വരുന്നതാ. ഒരു ഡ്രോൺ വ്യൂവിന് സെറ്റായിട്ടുള്ള പ്ലേസാണ് ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഈ മരങ്ങളും കൂടെ ആകുമ്പോൾ വേറെ ലെവലാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. അവിടെ ഇത് കാറ്റാടി ചെടിയാണോ?
വല്ലാത്ത സമാധാനം എന്ന് പറഞ്ഞാൽ എവേ ഫ്രം എവറിത്തിങ്. ഇത് ഈ മരം ഉണ്ടല്ലോ, അത് കാണാൻ നല്ല രസമുണ്ട്, ഒരു ഡിസൈനിഷ് തിങ്. ഈ കാറ്റാടി മരം, ഈ മലകളും ഒക്കെ കിടക്കുന്ന കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ നല്ല വ്യൂ ആണ് അവിടെ കാണാൻ. പക്ഷേ ഈ വണ്ടികളെല്ലാം കൊണ്ട് പാർക്ക് ചെയ്ത് ഫുള്ള് ആലമ്പാക്കി വെച്ചിരിക്കുക. പിന്നെ ഇതേപോലത്തെ ഈ തമിഴന്മാരും കർണാടകക്കാരും വന്ന് അവിടെ ഫുള്ള് ഹോൺ അടിച്ച് നാശമാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറാമെന്ന് വെച്ചാൽ. ഈ തമിഴന്മാരും കർണാടകക്കാരുമാണ് പ്രശ്നം. എവിടെ പോയാലും ഹോണടി വൻ ഹോണടിയാണ്. കേരളത്തിലൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ എന്തായാലും വ്യൂ സെറ്റപ്പ് വ്യൂ നൈസായിട്ടുണ്ട് കാണാൻ. കിടു എന്ന് പറഞ്ഞാൽ കിടു. നല്ല കാറ്റും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവുകയാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ഗ്ലൗസൊക്കെ ഊരി വെച്ചുകൊണ്ട് ആവി ചൂട് കാറ്റൊക്കെ അടിച്ച് കയറുന്നുണ്ട്. ഈ തണലത്ത് ഇങ്ങനെ പോകുമ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസമുള്ളത്. രാവിലെ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും സൂപ്പർ ചൂടായിരിക്കും. ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നല്ലോ. അയ്യോ, എൻ്റെ പൊന്നെ. സ്ഥലത്തേക്ക് പോവുകയാണ്. വിചാരിച്ച പോലെ തന്നെ അടച്ച്. പാലക്കാടിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ.